ഗർഭിണിയായി കഴിഞ്ഞാൽ പല പല സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. എന്നാൽ ഈ അവസ്ഥ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ഘട്ടമുണ്ട്, അതാണ് പ്രസവം, ഡെലിവറി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ സബ്ജക്റ്റാണ്. എന്നോടൊപ്പം ഉള്ളത് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മ, SUT ഹോസ്പിറ്റൽ, പട്ടം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടറിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് കാത്തിരിക്കുകയാണ്. അതെ, അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ പറയുമ്പോൾ വളരെ ക്ലാരിറ്റിയിലാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മനസ്സിലായാൽ നമ്മുടെ ജോലിയും കുറയും, അവരുടെ മനപ്രയാസവും നമ്മുടെ ടെൻഷനും കുറയും. ഡോക്ടർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രസവമാണ്. പ്രസവത്തിൽ പല പല സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. അത് ആദ്യ പ്രസവം ആയിരുന്നാലും ശരി, രണ്ടാമത്തെ പ്രസവം ആയിരുന്നാലും എപ്പോഴും ലേഡീസിന് ടെൻഷനാണ്. അപ്പോൾ ഈ പ്രസവം എന്ന് പറയുമ്പോൾ നോർമലും ഉണ്ട്, അതുപോലെ C-സെക്ഷനും ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രസവത്തിന്റെ രീതി, അതൊന്ന് ഡോക്ടർ തന്നെ പറയുന്നതായിരിക്കും. ആദ്യം ഈ പേടിയെ പറ്റി പറയാം. പണ്ട് ഇത്ര പേടിയില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. കാര്യം എന്താ വെച്ചാൽ, പണ്ടത്തെ ആ ഒരു നമ്മുടെ സാമൂഹിക രീതി മാറിയത് കൊണ്ടാണ്. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. ഒരു വീട്ടിൽ അമ്മ കാണും, അമ്മയുടെ അമ്മ കാണും, പിന്നെ നമ്മളുടെ തന്നെ സഹോദരികൾ കാണും, അല്ലെങ്കിൽ നാത്തൂന്മാർ കാണും, ഹസ്ബൻഡ് സിസ്റ്റേഴ്സ് കാണും. ഇവരൊക്കെ ചിലപ്പോൾ പ്രസവത്തിൽ, അമ്മയും അമ്മൂമ്മയും എന്തായാലും പ്രസവത്തിൽ കൂടെ കടന്നു പോയവരാണ്. ഈ നാത്തൂൻ എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്ന ആളോ അവരും പ്രസവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പിന്നെ പണ്ട് ഇത്രയധികം ഈ ഡോക്ടേഴ്സിൻ്റെയും ആശുപത്രിയുടെയും പുറത്ത് ഇത്രയധികം ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നില്ല. അമ്മമാർക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം, അമ്മൂമ്മമാർക്കും അറിയാം. ഇപ്പോഴത്തെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും കാര്യങ്ങൾ അറിഞ്ഞുകൂടിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അറിയാം. പക്ഷേ അവർക്കത് പറയാമോ എന്നുള്ള പേടി. കാര്യം നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കാൾ അറിയാമെന്നൊരു തോന്നൽ. കുട്ടികൾക്കാണെങ്കിൽ ഈ ഗൂഗിൾ ഡോക്ടറും ഗൂഗിൾ ഗൈനക്കോളജിസ്റ്റും ഉള്ളിടത്തോളം കാലം അവരുടെ വിചാരം ഈ അമ്മയ്ക്കൊന്നും അത്ര വിവരം കാണൂല, അമ്മൂമ്മയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കും, നമ്മൾ ഗൂഗിളിനെ തന്നെ ആശ്രയിക്കാം എന്നുള്ളതാണ്. ടെക്നോളജിയുടെ വളർച്ച കൂടുതലാണ്. അപ്പോൾ അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, പലയിടത്തും അണുകുടുംബങ്ങളാണിപ്പോൾ. ആരാണ് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നത്? എല്ലാവർക്കും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രശ്നമാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും തന്നെ ഒരു അണുകുടുംബമാണ്. ആ അണുകുടുംബത്തിൽ തന്നെ സ്ത്രീകൾ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കും ഈ പ്രഗ്നൻസിയിൽ ഓട്ടത്തോട് ഓട്ടമാണ്. ജോലിയും ചെയ്യണം, തിരിച്ചു വന്ന് അവനവനെയും നോക്കണം, വീട്ടുകാര്യങ്ങളും നോക്കണം. അപ്പോൾ അവർക്കും അല്ലാതെ തന്നെ സ്ട്രെസ്സുണ്ട്. പ്രഗ്നൻസിയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കൂടെ ആവുമ്പോൾ അതാരോട് ചോദിക്കാൻ, ആരോട് പറയാൻ, അല്ലെങ്കിൽ ആ ഗൂഗിൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും ആപ്ലിക്കബിൾ ആയിരിക്കണം എന്നില്ല. പിന്നെ ഇത് ഓരോന്ന് ചെന്ന് ഡോക്ടറെ അടുത്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. പലരും അത് ചോദിക്കാറില്ല. ഹസ്ബൻഡും വൈഫും കൂടെ ഒരു ഐഡിയ ഉണ്ടാക്കി മുമ്പോട്ട് പോകും. നാച്ചുറലി പ്രസവത്തെക്കുറിച്ച് അവർക്കൊരു വലിയ ആകാംക്ഷ വരും. പ്രസവ വേദനയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രഗ്നൻസിയിൽ തന്നെ ടെൻഷനാണ്. പിന്നെ പ്രസവ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അപ്പം മനസ്സിൽ ആലോചന വരുന്നത് പേപ്പറിൽ കാണുന്ന അല്ലെങ്കിൽ പത്രത്തിൽ വന്ന എല്ലാ മോശമായ വാർത്തയായിരിക്കും ആലോചന വരുന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കൊണ്ടാണ് വീട്ടിലത് ചോദിക്കാനും പറയാനും അവർക്ക് വിശ്വാസവുമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ടെൻഷനേ വരുള്ളൂ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഒരാൾ സുഖപ്രസവമായിരിക്കുമോ അല്ലെങ്കിൽ സിസേറിയൻ ആയിരിക്കുമോ? ചില സ്ത്രീകൾക്ക് സിസേറിയനേ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ വലിയ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ സിസേറിയൻ ആയിരിക്കും അവർക്ക് ചെയ്തത്. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ അവർ പറയും, ഒരു സിസേറിയൻ 2 സിസേറിയൻ കഴിഞ്ഞും അവരെ നോർമലായിട്ട് പ്രസവിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഈ രണ്ടാമത്തെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് 2 സിസേറിയൻ കഴിഞ്ഞിട്ട് പിന്നെ നോർമലിലേക്ക് പോകുമ്പോൾ അവർക്ക് കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. ഈ ഓരോരുത്തരുടെ ശാരീരിക ഘടനയുടെയും ഇടുപ്പെല്ലിൻ്റെയും വ്യത്യാസം അതിനകത്ത് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നേരത്തെ സിസേറിയൻ ആണെങ്കിൽ ഇപ്പോഴും സിസേറിയൻ, അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നേരത്തെ സിസേറിയൻ കഴിഞ്ഞിപ്പോൾ നോർമലായിട്ടാകുന്നത്. ഡോക്ടർ, ഈ നോർമൽ പ്രഗ്നൻസി തന്നെ ആയിരിക്കും എന്ന് ചിന്തിച്ച് അത്രയും നാളെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു പ്രഗ്നൻസിയിൽ ലാസ്റ്റ് അവർക്ക് സിസേറിയൻ ആയി പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സിസേറിയൻ ഇപ്പം പ്രഗ്നൻസി നോർമലായിരിക്കും, പക്ഷേ കുഞ്ഞ് താഴെ കൂടെ ഇറങ്ങി വരണം. അതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അമ്മയുടെ ഇടുപ്പെല്ലിൽ കൂടെയാണ് കടന്നു വരേണ്ടത്. ഇടുപ്പെല്ലെന്ന് പറഞ്ഞാൽ 4 സൈഡിലും അത് എല്ലാണ്.
എല്ല് നമ്മൾ വികസിച്ചു കൊടുക്കത്തില്ല. മസിലൊക്കെ ആണെങ്കിൽ നമുക്ക് വികസിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ യോനി ഭാഗത്തെ ടിഷ്യൂവിനൊക്കെ കുറച്ച് എലാസ്റ്റിസിറ്റി ഉണ്ട്. സാധാരണ വെജൈന എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹസ്ബൻഡുമായിട്ടുള്ളൊരു ലൈംഗിക ബന്ധം, അതിൻ്റെ അപ്പുറത്തോട്ടില്ലല്ലോ. അതേ വെജൈനയിൽ കൂടെയാണ് 3 കിലോ ഉള്ള കുഞ്ഞ് വരുന്നത്. കാര്യം വെജൈന വികസിച്ചു കൊടുക്കും, ഇടുപ്പെല്ല് വികസിക്കില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ തലയും എല്ലാണ്. അപ്പോൾ ഈ രണ്ടും കൂടെ തലയ്ക്കും ചുരുങ്ങാൻ പറ്റത്തില്ല. ഇത് മനഃപൂർവ്വമായിട്ട് എല്ലായിട്ട് വെച്ചേക്കുന്നതാണ്. കാര്യം അതിനകത്തിരിക്കുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു അവയവമാണ് ബ്രെയിനിനൊരു ശകലം പോലും ഡാമേജ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞായി പോവും, ഒരു വെജിറ്റബിൾ എക്സിസ്റ്റൻസ് ഉള്ള കുഞ്ഞായി പോവും. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷനാണ് ഈ ബ്രെയിനിൻ്റെ ചുറ്റുമുള്ള കവറിങ്. അപ്പോൾ രണ്ടും കുഞ്ഞിൻ്റെ തല വേണ്ട ഇടുപ്പെല്ലിൽ കൂടെ കടന്നു വരാം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വ്യാപ്തം ഉണ്ടെങ്കിൽ മാത്രമേ അത് കടന്നു വരികയുള്ളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ കുഞ്ഞിന് താഴെ കൂടെ ഇറങ്ങി വരാനുള്ള സ്ഥലമില്ല എന്ന് കണ്ടാൽ നമുക്ക് സിസേറിയൻ ചെയ്യാനേ ഉള്ളൂ നിവർത്തി. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എല്ലാം നോർമലാന്ന് പറഞ്ഞിട്ട് അവസാനം പ്രസവ സമയത്ത് തന്നെ ചിലപ്പോൾ അറ്റം വരെ പോയിട്ടായിരിക്കും ആ കുഞ്ഞിന് താഴോട്ട് വരാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതങ്ങനെയും സംഭവിക്കാം. മുകളിലത്തെ ഇടുപ്പെല്ലിൻ്റെ മുകളിലത്തെ ഭാഗത്തൊക്കെ വ്യാപ്തം കാണും ആവശ്യത്തിന്. ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്കും ആ സ്ഥലക്കുറവ് വരികയും കുഞ്ഞിൻ്റെ തല ഇങ്ങനെ നീണ്ടു വരികയും ചെയ്യും. ഒരു ലെവൽ വരെ കുഞ്ഞിന് ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറ്റുള്ളൂ. അത് ഒരു കുറച്ച് ലെവലൊക്കെ ഒരു 1 സെൻറ്റിമീറ്ററൊക്കെ കുഞ്ഞിൻ്റെ ബോണും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്താൽ ബ്രെയിൻ ഡാമേജ് വരും, കുഞ്ഞിന് പ്രശ്നം സംഭവിക്കും. അപ്പം അത് നമുക്കറിയാം. അതുവരെ നമ്മളൊരു നോർമലാക്കാൻ ആഗ്രഹിച്ച്, ഡോക്ടറും ആഗ്രഹിക്കുന്നുണ്ട്, അത് നോർമലാക്കാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ അവസാനത്തെ സ്റ്റേജിൽ സിസേറിയൻ പറയുന്നത്. ഈ പ്രസവ വേദന എന്ന് പറയുന്നത് കുഞ്ഞിനെപ്പോഴും ഒരു സ്ട്രെസ്സാണ്. ഗർഭപാത്രത്തിനകത്ത് കിടക്കുമ്പോൾ നല്ലപോലെ രക്തയോട്ടമൊക്കെ ഗർഭപാത്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ആ പ്രസവ വേദന വരുമ്പോൾ ഗർഭപാത്രം ചുരുങ്ങുകയും അയയുകയും ചെയ്യും. ചുരുങ്ങുന്ന സമയത്ത് കുഞ്ഞിന് പോകുന്ന ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ് അങ്ങ് കട്ട് ഓഫ് ആവും. പക്ഷേ ഒരു 40 സെക്കൻഡേ ഉള്ളൂ. നേരത്തെ നോർമലായിട്ടുള്ള കുഞ്ഞാണെങ്കിൽ അത് തരണം ചെയ്യും. പക്ഷെ നേരത്തെ തന്നെ വെള്ളക്കുറവുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് ഭാരക്കുറവുണ്ട്, അല്ലെങ്കിൽ പ്രഷറുള്ള അമ്മയാണ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മറുപിള്ളിയിൽ കൂടെയുള്ള രക്തയോട്ടവും ഒന്ന് കട്ടാവും. അപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോഴും നമ്മൾ തീരുമാനിക്കും നമ്മുടെ ഒരറ്റം എന്താണ്, ഒരു നല്ല കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കണം. 9 മാസം നമ്മളും കാത്തുരക്ഷിച്ച അമ്മയാണ്, അമ്മയും കാത്ത് വീട്ടുകാരും കാത്തിരുന്നതാണ്. അപ്പോൾ ഒരു നോർമൽ കുഞ്ഞിനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മറുപിള്ള താഴെ വന്ന് അടഞ്ഞിരിക്കും, ഗർഭപാത്രത്തിൻ്റെ മുഖം അടഞ്ഞ് മറുപിള്ളയായിരിക്കും. അത് പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറയും നിങ്ങൾക്ക് സിസേറിയനെ പറ്റുള്ളൂ.